വർഷങ്ങളായി പൂഴ്ത്തിവെച്ചിരിക്കുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് പുറത്തു വന്നാൽ മലയാള സിനിമയിലെ പല പ്രമുഖരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. സിനിമ, വ്യാവസായിക, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖന്മാരെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിനു ശേഷം വുമൺ ഇൻ കളക്റ്റീവ് നൽകിയ പരാതി പ്രകാരമാണ് ഹേമ കമ്മീഷനെ ചുമതലപ്പെടുത്തിയത്. 6 മാസമായിരുന്നു കമ്മീഷന്റെ അന്വേഷണ കാലാവധി. എന്നാൽ 2 വർഷമെടുത്താണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ഹേമ, റിട്ടയർഡ് IAS ഓഫീസർ വത്സലകുമാരി, നടി ശാരദ എന്നിവരായിരുന്നു ഹേമ കമ്മീഷനിൽ ഉൾപ്പെട്ടവർ. സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കുന്നത് രാജ്യത്തിനു തന്നെ പുതിയൊരു സംഭവമായിരുന്നു. പക്ഷേ റിപ്പോർട്ട് സമർപ്പിച്ച് വർഷം ഇത്രയധികമായിട്ടും റിപ്പോർട്ടിൽ പരാതിക്കാർക്ക് ആർക്കും തന്നെ നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നീതി ലഭിക്കുന്നത് പോയിട്ട് ആ റിപ്പോർട്ട് പോലും വെളിച്ചം കണ്ടിട്ടില്ല. ഇതിനു കാരണം പല പ്രമുഖരുടെയും പേരിതിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. മുഖ്യമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ മലയാള സിനിമയിലെ ഷൂട്ടിംഗ് സെറ്റിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ലൈംഗിക അതിക്രമങ്ങൾ, മലയാള സിനിമയിൽ നിലനിൽക്കുന്ന കാസ്റ്റിംഗ് കൗച്ച്, ഷൂട്ടിംഗ് സമയത്ത് സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, ശുചിമുറിയുടെയും വസ്ത്രം മാറാൻ കൃത്യമായ സൗകര്യമില്ലാത്തതിൻ്റെയും പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. കമ്മീഷൻ റിപ്പോർട്ടിൽ പല അനുഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആരും തന്നെ പോലീസിൽ പരാതിപ്പെടാറില്ല എന്നുള്ളതായിരുന്നു കമ്മീഷന്റെ ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ. പക്ഷേ ആ 5000 പേജുള്ള ബൃഹത്തായ റിപ്പോർട്ട് വെളിച്ചം കാണാതെ ഇരുട്ടിലായി പോയി. പിന്നീട് റിപ്പോർട്ട് പുറത്തു വിടാത്തതിനെ സംബന്ധിച്ച് സാംസ്കാരിക വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നു. വിവരങ്ങൾ പൂർണ്ണമായും വ്യക്തിഗതമായതിനാലാണ് റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്നായിരുന്നു കണ്ടെത്തൽ. 2019 സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിനായി 2ാമത്തെ വിവരാവകാശ അപ്പീലാണിപ്പോൾ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ ലോക്സഭാ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.